അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കളവ് പറയാൻ ഇഹ്റാം കെട്ടിയിറങ്ങിയ സമസ്ത മുസ്ലിയാക്കന്മാരോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ട് പഠിച്ച സഹാബാക്കളുടെ വിശ്വാസമാണോ സമസ്തക്കാർക്കുള്ളത്? ഞാനിത് പറയാൻ വേണ്ടി കാരണം, മമ്പാട്ടുകാരൻ വഹാബ് സഖാഫിയുടെ ഒരു സംസാരത്തിൽ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ കയ്യിലേക്ക് ഒരു സ്ഥലത്തിൻ്റെ ആധാരം കിട്ടി, അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അതിനുവേണ്ടി പൈസയൊക്കെ ചിലവാക്കി നമ്മൾ ആ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ആധാരം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് അതിൻ്റെ അടിയാധാരം നമ്മൾ പരിശോധിക്കും. കാരണം ഇതൊക്കെ വല്ല പ്രശ്നവുമുണ്ടോ, ഇതൊക്കെ ഒറിജിനലാണോ, സത്യസന്ധമാണോ, ഇതിനാൽ വല്ല പ്രശ്നവും ഉണ്ടാകുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി അതൊക്കെ ഒന്ന് പരിശോധിക്കും. എന്നതുപോലെ തന്നെ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ ഖുർആനിൽ ആയത്തോതുകയാണ്. എന്തിന്? മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി, ഇസ്തിഗാസ നടത്തുവാൻ വേണ്ടി. അതിനുവേണ്ടി അവർ സൂറത്ത് നിസായിലെ 64-ാമത്തെ ആയത്ത് തെളിവായി ഓതുന്നു. അതല്ലെങ്കിൽ സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്ത് തെളിവായി ഓതുന്നു. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആയത്ത് ഓതുന്നു. അങ്ങനെ അവർ ഓതിക്കഴിഞ്ഞാൽ ഈ ആയത്ത് പ്രകാരം മുൻഗാമികൾ എന്താണ് ആയത്ത് വെച്ച് മനസ്സിലാക്കിയത്, അവർ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അത് തെളിവായി എടുത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള പരിശോധന നമ്മൾ സ്വാഭാവികമായും നടത്തേണ്ടതാണ്. അങ്ങനെ നടത്തുമ്പോൾ അത് അവിടെ ബോധ്യപ്പെടുന്നില്ല എങ്കിൽ മുസ്ലിയാക്കന്മാർ അതിൽ കൃത്രിമം നടത്തിയിട്ടുണ്ട്. അടിയാധാരം പരിശോധിക്കുന്ന സമയത്ത് ഈ പറയുന്ന നമുക്ക് തരുന്ന ആധാരത്തിൽ അവർ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്, ചതിയാണ് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതുപോലെ തന്നെ നബിദിനമാഘോഷത്തിന് തെളിവായിക്കൊണ്ട് സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത് ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു എന്ന് തുടങ്ങുന്ന ആയത്ത് തെളിവായി ഓതുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചോദിക്കും, ഈ ആയത്ത് പ്രകാരം മുൻഗാമികൾ ഇങ്ങനെ നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ? ഈ ആയത്തിൻ്റെ ഉദ്ദേശം നബിദിനം ആഘോഷമാണോ? ഈ ആയത്തിറങ്ങിയതിൻ്റെ പശ്ചാത്തലം എന്താണ്? ഈ ആയത്തിൻ്റെ തൊട്ട് മുമ്പേത്തെ ആയത്ത് എന്താ പറഞ്ഞത്? ശേഷം പറഞ്ഞ ആയത്ത് എന്താ പറഞ്ഞത്? ഇതിനെക്കുറിച്ച് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എന്താ പറഞ്ഞത്? ഈ ആയത്ത് വെച്ചുകൊണ്ട് ആരെങ്കിലും നബിദിനം ആഘോഷത്തിന് തെളിവ് പറഞ്ഞിട്ടുണ്ടോ മുൻഗാമികൾ എന്നൊക്കെ നമ്മൾ പരിശോധിക്കും. അങ്ങനെയാണ് അടിയാധാരം പരിശോധിക്കൽ. എന്നാൽ ഇവർ നേരെ കൊണ്ടുവന്ന് പച്ചക്കങ്ങ് ദുർവ്യാഖ്യാനിച്ചാൽ കൊണ്ടുവന്ന മുസ്ലിയാരോട് പോയി പണി നോക്ക് എന്ന് നമ്മൾ പറയും. അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മുടെ മമ്പാട്ടുകാരെ വഹാബ് സഖാഫി സംസാരിക്കും, നമുക്കൊന്ന് കേൾക്കാം. അതെ, ആധാരം മാത്രം നോക്കിയാണ്ട് നമ്മൾ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. ആധാരത്തിൽ ചിലപ്പോൾ കൃത്രിമങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അടിയാധാരം കൂടി നോക്കിക്കൊണ്ടേ നമ്മൾ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. ആ സ്ഥലത്തിന്റെ അടിയാധാരത്തിൽ ഇന്നാലിന്ന ആളുകളുടെ അഡ്രസ് ഉണ്ടെങ്കിലേ അത് ഒറിജിനൽ സ്ഥലമാവുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു തആല പറയാണ്, സിറാത്തുൽ മുസ്തഖീം ഏതാണെന്ന് വിശദീകരിക്കുകയാണ്. കാരണം 72 കക്ഷികൾ ഈ സമുദായത്തെ വഴികേടിലേക്ക് കൊണ്ടുപോകാൻ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ 72 കക്ഷികളും ഒരുപക്ഷെ സിറാത്തുൽ മുസ്തഖീം അവകാശപ്പെട്ടേക്കാം. അവരുടെ പള്ളികളിലും മിനാരങ്ങൾ ഉണ്ടാവാം, അവരുടെ മിഹ്റാബുകളും പടിഞ്ഞാട്ടേക്ക് തിരിച്ചു വെച്ചേക്കാം. അവരും സിറാത്തുൽ മുസ്തഖീം എന്ന് അവകാശപ്പെട്ടേക്കാം. അതുകൊണ്ട് അല്ലാഹ് പറയാണ്, അവകാശവാദം ഉണ്ടായാൽ പോരാ, കൃത്രിമങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ. ഏതാണ് സിറാത്തുൽ മുസ്തഖീം? അത് ചില മഹാന്മാരുടെ വഴികളാണ്, അത് ചില മഹത്തുക്കളുടെ വഴികളാണ്. വൈയക്തികമായ വിശുദ്ധികളിലൂടെ ഖുർആനിന് ജീവിതം കൊണ്ട് ഈണം പകർന്ന് കടന്നുപോയ മഹാന്മാർ, ആ മഹാന്മാരിലൂടെയാണ് നമ്മൾ ഖുർആൻ മനസ്സിലാക്കേണ്ടത്. ആ മഹാന്മാരിലൂടെയാണ് നമ്മൾ ഹദീസുകൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കി ജീവിച്ച ഒരു തലമുറയാണ് ഹിജ്റ 5 മുതൽ 921 വരെ കേരളത്തിലുണ്ടായിരുന്നത്. അന്ന് ഇവിടെ ഖുതുബ ഏത് ഭാഷയിലാണ്? ജുമുഅ. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടില്ലേ? നീട്ടി പരത്തി അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അവിടെ അദ്ദേഹം പറഞ്ഞു, മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെയാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം കൊണ്ടുവന്ന് പറയുന്നത് എന്താണ്? ജുമുഅ ഖുതുബയുടെ വിഷയമാണ്. ജുമുഅയുടെ ഖുതുബയുടെ വിഷയം തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവർ മുൻഗാമികൾ ചെയ്ത പോലെയാണ്. ഇവരുടെ, നമുക്ക് മറ്റേതെല്ലാം വിടാം, കേരളത്തിലുള്ള സമസ്തയുടെ മുൻഗാമികൾ ചെയ്ത പോലെ, കേരളത്തിലെ സമസ്തയുടെ മുൻഗാമികൾ ഖുതുബ നടത്തിയതുപോലെയാണോ ഇപ്പോൾ ഇവർ ഖുതുബ നടത്തുന്നത്? അല്ല എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മളിവിടെ കേരളത്തിലെ ആദ്യത്തെ പള്ളി, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പള്ളിയാണോ എന്ന് സംശയിക്കുന്ന അങ്ങനെയുള്ള ഒരു ചർച്ച പോലുമുള്ള ചേരമാൻ ജുമാ മസ്ജിദ് നമുക്കെടുക്കാം. ആ ചേരമാൻ ജുമാ മസ്ജിദിൽ ആദ്യ കാലഘട്ടത്തിൽ ഏത് ഭാഷയിലാണ് ഖുതുബ നിർവഹിച്ചത്? ഇയാൾ പറഞ്ഞ ഉസൂലനുസരിച്ച് ആദ്യമായി ചേരമാൻ ജുമാ മസ്ജിദ്, ആദ്യ കാലഘട്ടത്തിൽ ചേരമാൻ ജുമാ മസ്ജിദ് ഏത് ഭാഷയിലാണ് ഖുതുബ നിർവഹിച്ചത്? അവിടെയുള്ള ആളുകൾ തന്നെ പറഞ്ഞു തരും. 1947 സമസ്തക്കാർ പ്രമേയം പാസാക്കി. അതോടുകൂടി എന്ത് ചെയ്തു? ജുമാ ഖുതുബ മലയാളത്തിൽ നടത്തുന്നൊക്കെ നിർത്തി. അത് വരെ ഉണ്ടായിരുന്നു. എന്തിനാണ്? കേരളത്തിൽ 1ാമത്തെ പള്ളിയാണ് കൊടുങ്ങല്ലൂർ പള്ളി, ചേരമാൻ പെരുമാൾ പള്ളി. ആ പള്ളിയിലടക്കം
അടുത്തവരെ ഏതാണ് 1997 എന്നാണ് അറിയുന്നത്. 97 വരെ ആ ചേരമാൻ പള്ളിയിൽ, കൊടുങ്ങല്ലൂര് പള്ളിയിൽ മലയാളത്തിലായിരുന്നു ഖുത്ബ നടന്നിരുന്നത്. തറപ്രസംഗമല്ല, അടിയെന്നുള്ള പറച്ചിലല്ല, നേരെ മെമ്പറിൽ കയറിയിട്ടുള്ള ഖുത്ബ കേരളത്തിലെ ഒന്നാമത്തെ പള്ളിയായ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ പള്ളി ആണോ അല്ലേ എന്ന് പറയപ്പെടുന്ന കൊടുങ്ങല്ലൂര് പള്ളി, ആ പള്ളിയിൽ അടക്കം മലയാളത്തിൽ ഇപ്പൊ ഇങ്ങനെ മൂലമാർ പറയും അവിടെ അറബിയാണ് വഹാബികളെ, അവിടെ ഇപ്പൊ അറബിയിലാ. ശരിയാ, ഇപ്പൊ അറബിയിലാ. കാരണം എന്താ, അതിങ്ങനത്തെ ചില കാഫികൾ പോയിട്ട് അവിടെ ഇല്ലാതാക്കിയില്ല. എന്നാൽ അടുത്ത കാലം വരെ അവിടെ മലയാളത്തിലായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് ചന്ദ്രിക പത്രത്തിലൊക്കെ ധാരാളമായി പരസ്യം വന്നിരുന്നു. അവിടേക്ക് ഖുത്ബ മലയാളത്തിൽ നടത്താൻ പറ്റുന്ന ഇമാമികളെ, ഖതീബുമാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല പരസ്യങ്ങളും വരാറുണ്ടായിരുന്നു. അതിനിപ്പോ വേണമെങ്കിൽ ആ കൊടുങ്ങല്ലൂര് പള്ളിയിൽ ഇപ്പോഴും മുഅദ്ദിനായി നിൽക്കുന്ന, അസിസ്റ്റന്റ് ഖതീബായി നിൽക്കുന്ന ഇമാം തന്നെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഖുത്ബകളൊക്കെ നടക്കുന്നുണ്ട്. ആദ്യം പ്രസംഗിക്കും, പിന്നെ മുമ്പുറമ വന്നിട്ടാണ് അറബിയിലെ പൊതുബോധമുണ്ട്. ഒരു കുറച്ചു കാലിന് മുമ്പ് വരെ മുമ്പുറമല് മലയാളത്തിൽ പ്രസംഗിച്ചിരുന്നു. ഇവിടെ പ്രസംഗിച്ചിരുന്നു. 50 കൊല്ലക്കാലം അവിടെ അങ്ങനെ പ്രസംഗിച്ചിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുള്ള കാലത്തൊക്കെ എങ്ങനെ? മഹലിന്റെ ജനങ്ങളുടെ പുതിയ തീരുമാനം അനുസരിച്ച് പണ്ഡിതന്മാരോട് ചോദിക്കും മെമ്പർമ മലയാളത്തിൽ പ്രസംഗിക്കുമെന്ന്. അവർ സമ്മതിക്കുക മാത്രം അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുള്ളൂ. അവർ മെമ്പർമ കയറി മലയാളത്തിലൊന്ന് പ്രസംഗിക്കും, എന്നിട്ട് ഒത്തുപോകും. പിന്നെ ഇവർ 7 കൊല്ലത്തിന് മുമ്പ് പുതിയ തീരുമാനിച്ച് മെമ്പർമ മലയാളത്തിൽ പ്രസംഗിക്കേണ്ട, താഴത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് മെമ്പർമ കയറി ഒത്തുപോയാൽ മതിയെന്ന്. ഇപ്പൊ അതനുസരിച്ച് പോകണം. അങ്ങനെയാണ് പോകുന്നത്. പുതിയ 2 കൊല്ലത്തും പുതിയോഗത്തിന് പരമാധികാരം അവർ തീരുമാനിക്കുന്നത്. വേറെ വല്ല സമ്മർദ്ദമോ അല്ലെങ്കിൽ പാർട്ടികളുടെ ഒരു ഇത് വടംവലിയൊന്നും ഇവിടെ ഇല്ല. അല്ല, നിങ്ങളെ പിന്നെ ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിന്റെ പരസ്യം ഉണ്ടാവാറുണ്ട്. പരസ്യം മലയാളത്തില് ഖുത്ബ ഓതുന്ന ഖത്തീബുമാർ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരണമുണ്ട്. ആ കാലത്ത് ഇപ്പില്ല കേട്ടാ, 7 വർഷത്തിന് ശേഷമില്ല. അതിന്റെ അപ്പുറത്ത് ഖത്തീബുമാരെ ആവശ്യം വന്ന മലയാളത്തിൽ മെമ്പർമ പ്രസംഗിക്കാൻ യോഗ്യനുള്ള ഒരാവശ്യപ്പെടും. ആ പ്രസിദ്ധീകരണമുണ്ട്, പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഇതിൽ അനവധി ഖത്തീബുമാർ മാറിയിട്ടുണ്ട്. ഒരു ഖത്തീബ് മാത്രം 35 കൊല്ലം ഞാനും മൂപ്പരും കൂടെ പണിയെടുത്ത് അദ്ദേഹം മരിച്ചു. വെള്ളാങ്കല്ലൂർക്കാരൻ്റെ ആളാണ് അദ്ദേഹം. ഖത്തീബിനെങ്കിലും കൂടി പൈസയുടെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനല്ലായിരുന്നു അദ്ദേഹം. നല്ല മനുഷ്യനായിരുന്നു. അവിടുത്തെ മുദരിസിന്റെ ഖത്തീബിന്റെ മകനായിരുന്നു. അദ്ദേഹം മരിച്ചു. ഹജ്ജിന് പോയി അവിടെ ആക്സിഡന്റിൽ പെട്ട് പിന്നെ നാട്ടിൽ വന്ന് കുറെ നാൾ പിന്നെയും ഇവിടെ തുടർന്ന് പിന്നെ മരിച്ചു. അതിനുശേഷം പിന്നെ ആരും മകനാണ് സ്ഥിരമായിട്ട് 7 മാസം എപ്പോൾ ഒരു ഖത്തീബുണ്ടായിട്ട് 5 വർഷം തുടർച്ചയായിട്ട് നിന്നായിരുന്നു. അദ്ദേഹം പോയി. ഇപ്പൊ ഇവിടെ സാക്ഷാൽ ശരിക്കും ഖത്തീബില്ലാണ്ട് അസിസ്റ്റന്റിനെ ചാർജ്. ഒരു കൊല്ലത്തിന്റെ ആളെ നിയമിച്ചിരുന്ന അയാൾ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ 30-ാം തീയതി ഇവിടെ അവധി കഴിഞ്ഞ് പോയി. പിന്നെ ഖത്തീബിനെ നിയമിച്ചിട്ടില്ല. ഇവിടെ ഇലക്ഷനൊക്കെ ആയിരുന്നു. കമ്മിറ്റിക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അസിസ്റ്റന്റ് ഖത്തീബിനാണ് ചാർജ്. അപ്പോൾ ഖുത്ബ അങ്ങനെയല്ല. ഈ ഖുത്ബ മലയാളത്തിൽ പ്രസംഗിക്കുന്ന കാലത്ത് മആശറ വാളെടുക്കലും ഞാൻ മലയാളത്തിൽ പറഞ്ഞോളണമായിരുന്നു. അതെ, അങ്ങനെ. പിന്നെ മഹേശ്വരന്റെ അർത്ഥം വരെ മലയാളത്തിൽ പറയണം. ലഫ്ള് ഓതിയിട്ട് അതിന്റെ മലയാളത്തിൽ ഞാൻ വാൾ പിടിച്ച് പ്രസംഗിക്കും. ജനങ്ങൾക്ക് അറിയണമെന്ന് തിരിയണമെന്നും പറഞ്ഞായിട്ട് വന്ന് കമ്മിറ്റി തീരുമാനിച്ചു. പിന്നെ 7 കൊല്ലത്തിന് മുമ്പ് മെമ്പറുമ്മൽ മലയാളത്തിൽ പ്രസംഗിക്കാൻ പാടില്ലാന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ സ്വയം പിന്നെ വാളെടുക്കൽ അറബിയിൽ തന്നെ ആക്കി, മലയാളം നിർത്തി. വാളെടുക്കലും മലയാളത്തിലും ഖുത്ബ അറബിയിലും അതിന് വ്യത്യാസം ആവണ്ടെന്ന്. പിന്നെ ഇപ്പൊ അറബിയിൽ തന്നെ വാളെടുക്കണം. അപ്പോൾ അതങ്ങനെ. പിന്നെ ഈ പള്ളിക്ക് എത്ര വർഷം പഴക്കമുണ്ട്? ഇപ്പൊ ഹിജറ 5 പറയണത്. ഇംഗ്ലീഷ് കണക്കിന് AD 629 എഴുതിയിട്ടേക്കണം. ആ ഒരു ലക്ഷ്യം തന്നെ ഉള്ളൂ അളവ്. ഇതിപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി അതോ കേരള? ഫസ്റ്റ് മോസ്ക് ഇന്ത്യ എന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കേരളത്തിൽ ആദ്യം എന്നുള്ളതിൽ സംശയമില്ല. വടക്കേന്ത്യക്കാർ വന്നാലും അവർ സമ്മതിക്കില്ല ഫസ്റ്റ് മോസ്ക് ഇന്ത്യ എന്ന് പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാനും ഉണ്ടായിരിക്കുന്ന കാലത്ത് കറാച്ചിയിലുണ്ടായി, ഡൽഹിയിൽ അവിടെ ഉണ്ടായി എന്നൊക്കെ പറയും ഹിന്ദുസ്ഥാനിക്കാർ. പക്ഷെ കേരളത്തിൽ ആദ്യം എന്നുള്ളതിൽ യാതൊരു സംശയം. 7 കൊല്ലം മുമ്പ് വരെ അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് പരിചയമുള്ള അന്ന് മുതൽ തന്നെ
അവിടെ അറബിയിലാണ് എന്നാണ് അവിടുത്തെ ഇമാം പറയുന്നത്, മലയാളത്തിലാണ് എന്ന്. അതേസമയം 97 പേരോട് സഖാഫി പോയി വയല് പറയുകയും ആ വയലിന്റെ പേരിൽ അതോട് നിർത്തലാക്കുകയും ചെയ്യുക ചെയ്തത്. കേട്ടില്ലേ സഹോദരങ്ങളെ, ആദ്യകാലങ്ങളിൽ വെറും ഖുതുബ മാത്രമാണോ? ഈ മാഷറ വിളി എന്ന് പറഞ്ഞിട്ട് ഒരു വാള് പിടിച്ചുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ, ആ മാഷറഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പറയുന്ന സംഭവം പോലും മലയാളത്തിലാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. പിന്നീട് അത് മാറ്റി. എപ്പോഴാണ് മാറ്റിയത്? ഒരു മീൻചന്ത പ്രമേയമുണ്ട്, ആ മീൻചന്ത പ്രമേയം മുതലാണ് മാറ്റിയത്. ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ മീൻചന്ത പ്രമേയവുമായി ബന്ധപ്പെട്ടുള്ള ലേഖനം കാണിക്കുന്നത്, നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്കുക. നമ്മുടെ വീഡിയോ ലെങ്ത് കൂടണ്ട എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, മനസ്സിലായല്ലോ. അത് മീൻചന്ത പ്രമേയത്തിന് ശേഷമാണ് ഇവരിങ്ങനെ ചെയ്തത്. ഇനി ഒന്നുകൂടി ബോധ്യപ്പെടുത്താൻ, ഇവർ അതിൻ്റെ പരസ്യം കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, ആ പരസ്യം കൊടുത്ത കാര്യം എന്താണ് അത് നമുക്കൊന്ന് വായിക്കാം. ഇതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്, ഇതാണ് പരസ്യം കൊടുത്തത്. എന്തിന്? അവിടേക്ക് ഖത്തീബിന് ആവശ്യമുണ്ട്. എന്തിനാണ് ഖത്തീബിന് ആവശ്യം? അത് നമുക്ക് വായിക്കാം. എന്താണ്? കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് വളരെ കാലമായി ഖത്തീബായി തുടരുന്ന ഹാജി MK മുഹമ്മദ് കുഞ്ഞി മൗലവി അനാരോഗ്യം മൂലം വിരമിക്കുന്ന ഒഴിവിലേക്ക് പാണ്ഡിത്യവും പരിചയവുമുള്ള സുന്നി ഖത്തീബിനെ ആവശ്യമുണ്ട്. മിമ്പറിൽ നിന്ന് ഖുതുബ പരിഭാഷപ്പെടുത്തുവാൻ സന്നദ്ധതയും വേണ്ടി വന്നാൽ ദർസ് നടത്താൻ കഴിവുമുള്ള ആളായിരിക്കണം. പ്രായം 40-നും 60-നും മധ്യേ. 40-നും 60-നും ഇടയിലുള്ള ഒരു പണ്ഡിതനെ ആവശ്യമുണ്ട് മലയാളത്തിൽ ഖുതുബ നിർവഹിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം കൊടുക്കുകയാണ്. ഒരു ഒഴിവിലേക്കുള്ള പരസ്യമാണ്. അവിടെയുള്ള ദീർഘകാലമായി അവിടെ ഖത്തീബായിട്ടുള്ള ആൾ പോവുകയാണ്, അനാരോഗ്യം കാരണം. അതുകൊണ്ട് അവിടേക്ക് ആൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ചേരമാൻ ജുമാ മസ്ജിദ് കമ്മിറ്റി കൊടുങ്ങല്ലൂർ 680664 എന്ന് സെക്രട്ടറി ഒപ്പ് എന്നൊക്കെ കൃത്യമായി കണ്ടല്ലോ. അപ്പോൾ ചന്ദ്രിക 9/10/1985 ഈ പറയുന്ന പരസ്യം വന്നിട്ടുള്ളത്. കുറേ കാലം മുമ്പാണല്ലോ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 40 കൊല്ലത്തിൻ്റെ അടുക്കൽ തന്നെ വന്നല്ലോ. 40 കൊല്ലത്തിൻ്റെ അടുക്കൽ തന്നെ വന്നു. ആ 40 കൊല്ലം മുമ്പേ വരെ ഈ പറയുന്ന ചേരമാൻ ജുമാ മസ്ജിദിലടക്കം, അല്ലെങ്കിൽ ചേരമാൻ ജുമാ മസ്ജിദിലൊക്കെ ഖുതുബ മലയാള ഭാഷയിലായിരുന്നു, മാഷറ വിളി മലയാള ഭാഷയിലായിരുന്നു. പിന്നെ മീൻചന്ത പ്രമേയം മുതലാണ് ഈ പറയുന്ന ഖുതുബയുടെ ലാംഗ്വേജ് മാറിയത്. അപ്പോൾ അടിയാധാരം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അടിയാധാരം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇതാണ് സമസ്തക്കാരുടെ പല കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുക. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള സംസാരം കേൾക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പോലും സംശയങ്ങൾ ഉണ്ടാക്കുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ വഹാബികൾ അവരുടെ മതപാഠശാലയിൽ പഠിപ്പിക്കുകയാണ്, ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയാണ് എന്ന് കൊച്ചുകുട്ടികളുടെ മനസ്സുകളിലേക്ക് മദ്രസാ പാഠപുസ്തകത്തിലൂടെ പഠിപ്പിക്കുക മാത്രമല്ല, കവലകൾ തോറും വഹാബി പൗരോഹിത്യം വന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒരു സാധാരണക്കാരനായ ലോക്കലായ പക്കാ സാധാരണ മനുഷ്യനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. കേട്ടില്ലേ സഹോദരങ്ങളെ, എത്ര തവണ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ ഇവിടെ കല്ല് വെച്ച നുണയല്ലേ പറഞ്ഞത്, പച്ചക്ക് നുണ പറയുകയാണ്. ഒരു ഉളുപ്പുമില്ല. ഈ ടീം കാരന്തൂർ സർക്കസ് കൂടാരത്തിലെ ഈ കുബൂരി പുരോഹിതന്മാർ ഒക്കെ ഇങ്ങനെ തന്നെയാണ്, ഒരു സംശയവും അതിലില്ല. അത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബേജാറ് വേണ്ട. ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായ കുഞ്ഞു മുഹമ്മദ് സഖാഫി തൊഴിയൂർ എന്ന് പറയുന്ന മുസ്ലിയാരുണ്ടല്ലോ, ഒറിജിനൽ സമസ്തക്കാരൻ. ഇപ്പോൾ ഇവരുടെ കൂടാരത്തിൽ നിന്ന് മാറി നിന്ന് ഒറിജിനൽ സമസ്തക്കാരനായി പ്രവർത്തിക്കുന്ന അദ്ദേഹം പറയും, നമുക്ക് കേൾക്കാം. അള്ളാഹുടെ ദീന് ഹക്കായി പറഞ്ഞ ആളുകളെയും ആ ശരിയായ ദീനിന്റെ വാഹകരെയും ആരെയൊക്കെ നിങ്ങൾ ഇവിടെ വ്യാജന്മാരാക്കിയിട്ടുണ്ടോ, കള്ളന്മാരാക്കിയിട്ടുണ്ടോ, ആ പണീന് ഇവിടെ കേരളത്തിൽ നടക്കൂല. പച്ച നുണ വിളിച്ചു പറയാം. നുണ അതിന് പ്രായമുള്ളവരും കണക്കാണ്, ചെറുപ്പക്കാരും കണക്കാര്, പുല്ലുഹും മജ്മഉം നുണ പറയാനായിട്ട് ഇഹ്റാം കെട്ടി ഇറങ്ങിക്കുന്നു. ഇപ്പൊ ഇവിടെ നുണ പറഞ്ഞൊരു ചങ്ങായിണ്ട് കാര്യമായിട്ട്, അതാ കീശേരിക്കാരനാ, ഒരു പ്രായമുള്ള ചങ്ങായി അയാളെ അടവൊക്കെ തെറ്റി സേട്ട് പിടിച്ചോണ്ടാനായിക്കണെന്ന്. ഇനി നിരക്ക ഒന്നും ബാക്കിയില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ച്, പടച്ചോനെ ഈ കാക്കാക്ക് മരണത്തെക്കുറിച്ച് യാതൊരു ബോധമല്ലേ? ചെറുപ്പക്കാരാണ്, മരണത്തിന് ഇപ്പോൾ പ്രായമൊന്നും പ്രശ്നമല്ല. പക്ഷെ ഇയാൾക്ക് ഇങ്ങനെ കേട്ടില്ലേ സഹോദരങ്ങളെ, സേട്ട് പിടിച്ചോണ്ടാൻ വേണ്ടിയിട്ടായി എന്നാ പറഞ്ഞത്. ആ കോലത്തിലായിന്ന്, അടവൊക്കെ തെറ്റിയിട്ടുണ്ട്. എന്തിൻ്റെ അടവാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതന്നെ. എന്നാലും ഈ രീതിയിൽ പച്ച നുണ വെച്ച് കാച്ചുകയാണ് ഇവർ. എത്ര തവണ നമ്മുടെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ പ്രബോധകരും ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോകളിലൂടെയും മറ്റും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഇത് മുസ്ലിയാക്കന്മാർ ഈ രീതിയിലുള്ള വാദം ഉന്നയിക്കുമ്പോൾ കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. അദ്ദേഹം ഇത് പറയുന്നത് നമുക്കതൊന്ന് കേൾക്കാം. എന്താണ്? അദ്ദേഹം ഒരു പുസ്തകം കണ്ടിട്ടുണ്ട്. ഏതാണ് ആ പുസ്തകം? സെൽസബീൽ. ആ പുസ്തകം ആരുടെ പുസ്തകമാണ്? ഉമർ മൗലവിയുടെ. ആ പുസ്തകത്തിൽ എന്താ പറയുന്നത്? പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് ആരെങ്കിലും വാദിച്ച് അവൻ കാഫറാണെന്ന്.
അപ്പോൾ മുജാഹിദുകളുടെ വാദം എന്താണ്? പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്നാണ്. അപ്പോൾ മുജാഹിദുകൾക്ക് അങ്ങനെ വാദം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. നമുക്ക് പേരുടെ അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നേക്കാം. പറയുന്നവൻ കാഫിറാണ് എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ? ആ പുസ്തകത്തിന്റെ പേര് സെൽസബീൽ എന്നാണ്. അത് ഇറക്കുന്നത് ആരാണ് എന്നറിയോ? ഉമർ മൗലവിയാണ്. ഉമർ മൗലവിയുടെ സെൽസബീൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണെന്ന് ഉമർ മൗലവി പറയുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അത് അംഗീകരിക്കും. ഉമർ മൗലവി പറഞ്ഞാലും ഞങ്ങളത് അംഗീകരിക്കും. ഉമർ മൗലവി സത്യം പറഞ്ഞാലും ഞങ്ങളത് അംഗീകരിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉമർ മൗലവി ഒരു സത്യം പറഞ്ഞല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് ആരെങ്കിലും വാദിച്ചാൽ അവൻ കാഫിറാണെന്ന് ഉമർ മൗലവി പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ അടിയാധാരം. മുജാഹിദിന്റെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ അടിയാധാരം അതാണ്. ആധാരം എന്താണ്? വഹാബ് സക്കാഫിയെ പോലെ, അലവി സക്കാഫിയെ പോലെ, ഈ പേരോട് സക്കാഫിയെ പോലെ, കാന്തപുരത്തെ പോലെ, മുള്ളൂർക്കര സക്കാഫിയെ പോലെ, പകര അഹ്സനിയെ പോലെ, നൗഷാദ് അഹ്സനിയെ പോലെ, കോട്ട് സക്കാഫിയെ പോലെ, വഹാബ് സക്കാഫിയെ പോലെ, അതുപോലെ തന്നെ അമ്പലക്കടവ് അമീദ് ഫൈസിയെ പോലെ, അതുപോലെയുള്ള മുസ്ലിയാക്കന്മാർ ആരൊക്കെയുണ്ടോ ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന അവരെയൊക്കെ പോലെയുള്ള പെരിച്ചായികളുടെ പച്ച നുണ മാത്രമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അവർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അടിയാധാരത്തിൽ എന്താ ഉള്ളത്? ഉമർ മൗലവിയുടെ പുസ്തകത്തിൽ എന്താ ഉള്ളത്? പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് വാദിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന്. അപ്പോൾ കള്ളം പറയുന്നവർ മുസ്ലിയാക്കന്മാർ തന്നെയല്ലേ? ഇവിടെ കൊണ്ട് തീരുമോ? ഇല്ല. ഇനിയും നമുക്ക് വഹാബിന്റെ ഒരു സംസാരമുണ്ട്. അതുകൂടി കേട്ടതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക്. തങ്ങളെ നിസ്സാരപ്പെടുത്തുകയാണ്. സിറാത്തുൽ മുസ്തഖീമിന്റെ ഒന്നാമത്തെ കണ്ണിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പോലും സംശയങ്ങൾ ഉണ്ടാക്കുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ പച്ച നുണയല്ലേ ഈ ദജ്ജാല് പറയുന്നത്? വഹാബികൾ അവരുടെ മതപാഠശാലയിൽ പഠിപ്പിക്കുകയാണ്, ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയാണ്. അങ്ങനെ പറഞ്ഞിട്ടേയില്ല. മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വിശപ്പുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അങ്ങനെ മനുഷ്യരുടെ സ്വഭാവമൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവർ കേവലം ഒരു മനുഷ്യനാണോ? അങ്ങനെ ആരും തന്നെ പറഞ്ഞിട്ടില്ല. അത് ഈ പെരിച്ചായിയുടെ നുണ മാത്രമാണ്. സാധാരണ മനുഷ്യർ തന്നെയാണ് എന്ന് കൊച്ചുകുട്ടികളുടെ മനസ്സുകളിലേക്ക് മദ്രസ പാഠപുസ്തകത്തിലൂടെ പഠിപ്പിക്കുക മാത്രമല്ല, കവലകളായ കവലകൾ തോറും വഹാബി പൗരോഹിത്യം വന്ന് പരിചയപ്പെടുത്തുകയാണ്. ഓനിങ്ങനെ എരുമ കരയുന്ന പോലെ കരഞ്ഞുകൊണ്ട് പച്ച നുണയല്ലേ വെച്ച് കാച്ചുന്നത്? ഏത് മുജാഹിദിൻ്റെ പണ്ഡിതനാണ് പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? അവർക്ക് വഹിയുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ തന്നെ വ്യത്യാസം വന്നില്ലേ? അവിടെ തന്നെ വ്യത്യാസം വന്നില്ല. സാധാരണ മനുഷ്യനെ കുറിച്ച് നമ്മളങ്ങനെ പറയോ? അങ്ങനെ ഒരിക്കലും പറയില്ലല്ലോ. ഒരു സാധാരണക്കാരനായ ലോക്കലായ പക്കാ സാധാരണ മനുഷ്യനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. പരലോക വിശ്വാസമില്ല. പിന്നെ ഇവനും അതേപോലെ തന്നെയാണ്. നേരത്തെ നമ്മൾ കേട്ടല്ലോ, ഒരുത്തൻ മറ്റേ മുസ്ലിയാർ പറയുന്നത് ഇവരെ കൂട്ടത്തിൽ ഉണ്ടായ മുസ്ലിയാരാണ്. ഈ ചങ്ങായിയുടെ വഹാബ് സക്കാഫിയുടെ ചങ്ങായിയാണത്, തൊഴിയൂർ സക്കാഫി. അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? എന്താണ്? അടവ് തെറ്റിയിട്ടുണ്ട്. അതേ കാര്യം ഇവൻ്റെ കാര്യത്തിലും പറയുന്നുണ്ട്. മുമ്പ് അയാൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഇവൻ്റെ അടവ് തെറ്റിയിട്ട് ഇവൻ്റെ അടവൊക്കെ കൃത്യമായി നടക്കണമെങ്കിൽ ഈ രീതിയിലുള്ള കൂലിപ്പണി നടത്തിയേ പറ്റൂ. ഇവൻ്റെ തൊഴിലാണിത്. പാച്ച നുണ പറഞ്ഞ് സംസാരിക്കുക എന്നുള്ളത്, ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളത്. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞില്ല, ആഖിർ സമാനിൽ ചില ദജ്ജാലുകൾ വരും, എന്നിട്ടോ ജനങ്ങളെ കബളിപ്പിക്കും, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ പറയും, സത്യവും അസത്യവും കൂട്ടിക്കലർത്തി സംസാരിക്കും. ഈ പറഞ്ഞ കാര്യം സമസ്തയുടെ ഈ പറയുന്ന വഹാബ് സക്കാഫി അടക്കമുള്ള മുസ്ലിയാക്കന്മാർക്ക് കൃത്യമായും ചേരുകയാണ്. എല്ലാവർക്കും അറിയാം മുജാഹിദുകൾക്ക് അങ്ങനെ വാദമില്ല എന്ന്. പണ്ടിവർ ഒരുപാട് പറഞ്ഞു നടന്നു. പക്ഷെ മുജാഹിദുകൾ അതൊക്കെ കൃത്യമായ ആളുകൾക്ക് കൊടുത്തതാണ്. എന്നാലും ഇതിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക, വീണ്ടും ഇങ്ങനെ പറഞ്ഞ് ആടിനെ പട്ടിയാക്കാനുള്ള ശ്രമം. ഇങ്ങനെ ഇത് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയുന്നതൊന്നും കേൾക്കാതെ അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്താണ് വിചാരിക്കുക? മുജാഹിദുകൾക്ക് അങ്ങനെ തന്നെയാണ് വാദം, ഇവരുടെ കുഞ്ഞാടുകൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുക എന്ന ധാരണയിൽ നിന്നാണ് ഈ പറയുന്ന ആരോപണം ഇങ്ങനെ തുരുതുരാ തുടുത്തു വിട്ടുകൊണ്ടേയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഈ രൂപത്തിൽ കളവ് പറഞ്ഞ് മുമ്പോട്ട് പോകുക എന്നതല്ലാതെ വേറെ ഇവർക്ക് ദീൻ പറഞ്ഞുകൊണ്ട്, യഥാർത്ഥ ഹക്ക് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഇവരെ കൊണ്ട് കഴിയില്ല. ഇതിന്റെ അപകടം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹബീബായ തങ്ങളുടെ കാഴ്ച നമ്മളെ പോലെയാണ്, ഹബീബായ തങ്ങളുടെ കേൾവി നമ്മളെ പോലെയാണ്, ഹബീബായ തങ്ങളുടെ എല്ലാ ഇടപാടുകളും നമ്മളെ പോലെയാണെന്നാണ്. അങ്ങനെ വന്നാൽ പിന്നെ വരാൻ പോണത് നമുക്ക് ജിബ്രീലിനെ കാണാൻ കഴിയാത്തതുപോലെ റസൂലുള്ളാഹിക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ്. നമുക്ക് ജിബ്രീലുമായി
ജിബ്രീലുമായി സന്ധിക്കാനും സംവദിക്കാനും കഴിയാത്തതുപോലെ അള്ളാഹുവിന്റെ റസൂലിനും ജിബ്രീലുമായി സംവദിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? വിശുദ്ധമായ ഖുർആൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതിയുണ്ടാക്കിയതാണ് എന്ന് ഈ ലോകത്തെ നിരീശ്വരവാദികൾക്ക് പറയാൻ അവസരമുണ്ടാക്കുന്ന ഒരു ആശയമാണ് സഹോദരന്മാരെ വിദയി കക്ഷികൾ ഈ കേരളത്തിൽ കൊണ്ടുവന്നത്. ദജ്ജാലി എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചേരുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇവിടെ ഈ രൂപത്തിൽ പച്ച നുണ പറയുന്ന വേറെ ഏത് ടീമാണ് ഉള്ളത്? വായ തുറന്ന കളവ് മാത്രമേ പറയൂ. ഇങ്ങനെ കളവ് പറയും. ഞാനിനി ദജ്ജാലി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സംശയം തോന്നണ്ട. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിന്റെ പറയും നിങ്ങൾ കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു, യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂൻ, അന്ത്യനാളിൽ കബളിപ്പിക്കുന്നവർ വരും, ധാരാളം കളവ് പറയുന്നവർ വരും. അവർ നിങ്ങളുടെ മുൻഗാമികൾ കേൾക്കാത്ത ആശയങ്ങൾ പറയും. യതൂനക്കും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉക്കും, ഇയ്യാക്കും വഇയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ യുളില്ലൂനക്കും വലാ യഫ്തിനൂനക്കും, അവർ നിങ്ങളെ പിഴപ്പിച്ചു കളയരുത്, നിങ്ങളെ ഈമാൻ. ഈ പറയുന്ന കാര്യമിന് വഹാബ് സഖാഫി പറഞ്ഞ കാര്യവും തമ്മിൽ നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി ബോധ്യപ്പെടുന്ന വിഷയമല്ലേ? ഇവർ പിന്നെ പ്രവാചകൻ ഞങ്ങൾ മോശക്കാരനാക്കി എന്നൊക്കെയാണ് പറഞ്ഞത്. പ്രവാചകനെ നമ്മളിങ്ങനെ മോശക്കാരനാക്കി. ഇവരുടെ ഉസ്താദുമാരല്ലേ ഈ പണിയെടുത്തത്? നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എന്താണ്? സുന്നി വോയിസ് വാരിക എപ്പോഴിറങ്ങിയതാണ്? 1978 ഫെബ്രുവരി 10. ഇതിൽ ആരാണ് എഴുതുന്നത് ലേഖനം? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. എന്താണ് എഴുതുന്നത്? ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇത് എഴുതുന്നത്? സദക്കത്തുള്ള മൗലവി, ആരുടെ കാന്തപുരത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട പണ്ഡിതനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. എന്താണ് എഴുതുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് സദക്കത്തുള്ള മൗലവി എഴുതിയതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. 3-4 ദിവസം മുമ്പ് കഴിഞ്ഞ ഞായറാഴ്ച ഡയലോഗ് എന്ന് പറഞ്ഞ് നാദാപുരം ഭാഗത്ത് ഒരു പ്രോഗ്രാം നടന്നിട്ട്, ഓപ്പൺ ഡയലോഗ് എന്ന് പറയുന്ന പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അവിടെ നമ്മുടെ റഫീഖ് സലഫി ബുറൈദ മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ആ ചാനലിൽ പോയി, ഡയലോഗ് എന്ന് പറയുന്ന ആ ചാനലിൽ പോയി ആ വീഡിയോ ഒന്ന് കാണണം. ഇതേ വിഷയം ആരുന്നയിച്ചത്? യുക്തിവാദികൾ ഉന്നയിച്ചത്, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉന്നയിച്ചത്. ആ കാര്യമാണ് ഇവിടെ ആര് പറയുന്നത്? സദക്കത്തുള്ള മൗലവി എന്ന് പറയുന്ന കാന്തപുരത്തിൻ്റെ പരമ്പരയിൽ 3ാമത് കിടക്കുന്ന മുസ്ലിയാർ പറയുന്നത്. സനത് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരും. മനസ്സിലായല്ലോ? നിങ്ങൾ ഇതിൻ്റെ സനത് ചോദിക്കും. നിങ്ങൾ കാന്തപുരത്തിൻ്റെ മുകളിലോട്ട് റസൂലുള്ളയിലേക്ക് എത്തും. കേരളത്തിൽ റസൂലുള്ളാഹിൻ്റെ കാലഘട്ടം മുതലേ ഉണ്ട് എന്ന രൂപത്തിലാണല്ലോ കേരളത്തിലുള്ള പണ്ഡിതന്മാർ ഈ രീതിയിലാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞു വെച്ചത്. എന്നിട്ട് ഖുതുബൻ്റെ വിഷയം ചോദിച്ചല്ലോ. അപ്പോൾ നമ്മൾ ഖുതുബൻ്റെ കാണിച്ചല്ലോ. ഇപ്പോൾ കളവ് പറയുന്നവർ, കബളിപ്പിക്കുന്നവർ, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ പറയുന്നവർ, അതും കൂടി നമുക്കൊന്ന് പരിശോധിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സുന്നി വോയിസാണ്. സുന്നി വോയിസ് വാരികയിൽ എന്താണ് നബിദിനമാഘോഷത്തെക്കുറിച്ച് പറയുന്നത്? അടിസ്ഥാനപരമായി മൗലീദ് ബിദ്അത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായി മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ഒരു ആചാരമല്ല അത്. അടിസ്ഥാനപരമായി മൗലീദ് ബിദ്അത്താണ്. 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? പ്രവാചകനോ സഹാബാക്കൾക്കോ ഉത്തമ തലമുറപ്പെട്ട ആർക്കും തന്നെ നബിദിനമാഘോഷം എന്ന് പറയുന്ന ഈ കലാപരിപാടി അറിയില്ല. കൃത്യമാണല്ലോ. എന്നാൽ ഇവർ അള്ളാൻ്റെ ആയത്ത് പച്ചക്ക് അതിനെ ദുർവ്യാഖ്യാനിക്കുന്നില്ലേ? ഉണ്ട്. സൂറത്ത് യൂനിസിലെ 58-ാമത്തെ ആയത്ത്, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫല്യഫ്റഹു എന്ന് തുടങ്ങുന്ന ആയത്ത്. അവിടെ റഹ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രവാചകനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ പ്രവാചകൻ്റെ ജന്മദിനം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് സന്തോഷിക്കുന്നത് എന്നാണ് ഇവർ വാദിക്കാറുള്ളത്. അപ്പോൾ ഈ ആയത്ത് ആർക്കാണ് ഇറങ്ങിയത്? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ദീൻ കേട്ട് പഠിച്ചവരാരാണ്? സഹാബാക്കളാണ്. അടിയാധാരം പരിധിക്കോ? ആധാരം മുസ്ലിയാക്കന്മാർ പറഞ്ഞത്, അതിൽ കൃത്രിമമുണ്ടോ എന്ന് നോക്കാൻ അടിയാധാരം പരിധിക്കോ? സഹാബാക്കൾ ഈ ആയത്ത് പ്രകാരം നബിദിനം ആഘോഷിച്ചോ? ഉത്തമ തലമുറപ്പെട്ട ആരെങ്കിലും ആഘോഷിച്ചോ? 4 മദ്ഹബിൻ്റെ ഇമാമികളെങ്കിലും ആഘോഷിച്ചോ? പോട്ടെ, അഹ്ലുസുന്നയുടെ ആധികാരിക തഫ്സീർ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഈ ആയത്ത് പ്രകാരം നബിദിനം ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവർ ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുന്ന, 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്ന് പറയുന്ന നബിദിനമാഘോഷത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഇവരിവിടെ കളവാണ് പറയുന്നത്. മാത്രമല്ല ഇവർ കബളിപ്പിക്കുന്നവരാണ്, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ പറയുന്നവരാണ്, പുതുനിർമ്മിതമായ കാര്യങ്ങൾ കൊണ്ടുവരുന്നവരാണ്, ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ് എന്നാണല്ലോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത്. ഒരു തെളിവ് ഞാൻ കാണിച്ചുതരാം. ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുബൂരി ദജ്ജാലിനെ ഞാൻ കാണിച്ചുതരാം. ദജ്ജാൽ പറയും, നിങ്ങൾ കേട്ടോ. ആദ്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരു ആടിനെ മുത്തുനബി തങ്ങൾ അറുത്ത് വിതരണം ചെയ്തു. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. ബോധ്യപ്പെട്ടല്ലോ.
അപ്പോൾ മുൻഗാമികൾക്ക് കൃത്യമായും തന്നെ നമുക്ക് മനസ്സിലാക്കാം, മുൻഗാമികൾക്ക് അത് പരിചയമില്ല. പക്ഷെ അള്ളാൻ്റെ ആയത്ത് ഇവർ ദുർവ്യാഖ്യാനിച്ചു. ഇല്ലാത്ത മഹത്വം അതിന് പറഞ്ഞു, ഇല്ലാത്ത പോരിശ അതിന് പറഞ്ഞു. അള്ളാൻ്റെ ആയത്ത് പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു വെച്ചത്. എന്നിട്ട് പോരാഞ്ഞിട്ട് ഇവൻ്റെ വക ഒരു നുണയും. മനസ്സിലായല്ലോ? ഇനി ഇങ്ങനെ ഓരോ വിഷയങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ. ഓരോ വിഷയങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മുസ്ലിയാക്കന്മാർ ദജ്ജാലുകളാണ്, കസ്സാബുകളാണ് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. നമുക്കിങ്ങനെ വലിയ വലിയ വിഷയങ്ങളെല്ലാം വിടാം. നമുക്ക് ചിത്തടിമീത്തിൽ ഔക്കർക്കാരുടെ വിഷയം തന്നെ നമുക്ക് എടുത്ത് നോക്കാം. മുസ്ലിയാക്കന്മാർ പച്ച നുണ പറയാറില്ലേ? ചിത്തടിമീത്തിൽ ഔക്കർഖാൻ്റെ കാര്യത്തിൽ പോലും ഭയങ്കരമായ മാർക്കറ്റിംഗ് ആണ്. ഇവരുടെ അതിനെക്കൊണ്ട് ജീവിക്കുകയാണ് എന്നാണ് ചില മുസ്ലിയാക്കന്മാർ പറയുന്നത്. ഈ പറയുന്ന മുസ്ലിയാക്കന്മാരൊക്കെ സി എം മടവൂരിൻ്റെ കറാമത്താണെന്ന് പറഞ്ഞ് പച്ച നുണകൾ വെച്ച് കാച്ച് അത് വെച്ച് ജീവിക്കുകയാണ്. അതവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിക്കൊണ്ട് അവർ കൊണ്ടു നടക്കുകയാണ് എന്ന് വരെ പറഞ്ഞു. ഒരു ചങ്ങായി ജയിലിൽ പോയല്ലോ, ഓന് കണ്ട അടുക്കളയിൽ മൊത്തം പോയി പ്രായമുള്ള കിളവന്മാരായ മുസ്ലിയാക്കന്മാരുടെ അണ്ണാക്കിൽ നിന്ന് പലതും ബാരിക്കോരി എടുത്ത് അവൻ്റെ വീഡിയോയിലൂടെ അവൻ സോഷ്യൽ മീഡിയയിലടക്കം യൂട്യൂബിലൊക്കെ വെച്ച് ഷെയർ ചെയ്തത് എന്താണ്? യൂട്യൂബിലൊക്കെ വന്ന് അവൻ പറഞ്ഞു വെച്ചത് എന്താണ്? എന്തൊക്കെ കാര്യങ്ങൾ, കഫം കുടിച്ച കഥകൾ വരെ പറഞ്ഞില്ലേ? ചിത്തടിമീത്തിൽ ഔക്കർക്ക പുലിമെയ്തീൻ്റെ കഫം കുടിച്ചു. അതിനുശേഷമാണ് വെച്ചടി കയറ്റമുണ്ടായത്. UK മജീദ് മുസ്ലിയാർ പറയും, നമ്മൾ കേട്ടതല്ലേ? അതിന് ചിത്തടിമീത്തിൽ ഔക്കർക്കായി ബന്ധപ്പെട്ട് പലതും പറഞ്ഞ് കാന്തപുരം ഔക്കർക്കാനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കളവ് ഒരു മുസ്ലിയാർ പറയുന്നുണ്ട്. എന്താണ് ആ കളവ്? കാന്തപുരം ഔക്കർക്ക ചിത്തടിമീത്തിൽ നടക്കുന്ന സമ്മേളനത്തിന് പോകണമെന്ന് സ്വപ്നത്തിൽ വന്ന് ചിത്തടിമീത്തിൽ ഔക്കർക്ക പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ വിവാദമായി. അങ്ങനെ ചിത്തടിമീത്തിൽ ഔക്കർക്ക സ്വപ്നത്തിൽ വന്ന് കാന്തപുരം ഔക്കർക്കാനോട് ഒന്നും പറഞ്ഞിട്ടില്ല. അത് കളവായിരുന്നു എന്നാണ് ആര് പറയുന്നത്? പേരോട് അന്തർമാൻ സക്കാഫി പറയും. നമുക്കൊന്ന് കേൾക്കാം. ഒരാൾ പ്രസംഗിക്കുകയാണ് തലക്കെട്ടൊക്കെ കെട്ടിയിട്ട്. കാന്തപുരം ഉസ്താദ് ഇക്കൊല്ലം അവിടെ ക്ഷണിക്കാനും വിചാരിച്ചില്ല, പോകാനും വിചാരിച്ചില്ല. പിന്നെ CM ഉറക്കിൽ വന്നിട്ട് കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോകണം, ഏട്ടാ ബടാപ്പുറത്ത് പോയിട്ട് ഒന്ന് കിടക്കണം, നിങ്ങളെ രോഗം മാറട്ടെ എന്ന് പറഞ്ഞു. ഉസ്താദ് പറയാണ്, സമസ്ത മുശാവറയിൽ വലിയ വലിയ ആലിമ്യങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സിൽ നിങ്ങൾ നാട്ടുകാരൻ, അതെ ഉസ്താദ് സാക്ഷിയാണ്. ഉസ്താദ് പറയും, പച്ച കള്ളാണ്, എന്നോട് അങ്ങനെ മടവൂരട്ടെ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല, എന്നോട്ട് പറഞ്ഞിട്ടുമില്ല, ഞാനൊട്ട ബടാപ്പുറത്ത് കിടന്നിട്ടുമില്ല, ഞാനിങ്ങ് കയറിയിട്ടില്ല. ഇങ്ങനെ കള്ളം പറഞ്ഞു നടക്കുന്ന കുറെ പ്രസംഗകരുണ്ട്. ഇങ്ങനെ കളവ് പറഞ്ഞു നടക്കുന്ന കുറെ മുസ്ലിയാക്കന്മാരുണ്ട്. തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള മിക്കതും പച്ച നുണ പറയുന്ന ആളുകൾ തന്നെയാണ്. കളവ് പറയാൻ വേണ്ടി ഇങ്ങനെ അവർ കയറൂരി വിട്ടിരിക്കുകയാണ്. കാന്തപുരം മോശമാണോ? നിങ്ങളുടെ വലിയ നേതാവ് നിങ്ങൾ മോശമാണോ? നിങ്ങൾ തന്നെ എന്തൊക്കെ കബളിപ്പിച്ചിട്ടുണ്ട്. ഹുസൈൻ സലഫിയുമായി ബന്ധപ്പെട്ട് നാദാപുരം ഖണ്ഡനത്തിൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പൊരുത്തപ്പെട്ടിട്ട് തന്നാ തിന്നോളാനാണ് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ശ്രീധരമണിക്കൻ ആയത്തോതിയില്ലേ? ആയത്തോതി തെറ്റിച്ചില്ല. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഉഡായിപ്പുകളാണ് നടത്തിയത്? അതിനെക്കുറിച്ച് പിന്നീട് നൗഷാദ് ഹസൻ ഇപ്പോൾ അതല്ലേ വിളിച്ച് പറയുന്നത്? നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായ ആളാണല്ലോ, നിങ്ങൾ അന്ന് കബളിപ്പിച്ചവനാണ് എന്നാണല്ലോ പറയുന്നത്. ഹുസൈൻ സലഫിയുടെ ചോദ്യം അങ്ങനെ ആയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. പക്ഷേ കൗമിനെ പറ്റിക്കാൻ, ജനങ്ങളെ കബളിപ്പിക്കാൻ ദജ്ജാലൂന കസ്സാബൂന, മനസ്സിലായി? നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ നിങ്ങളും ദജ്ജാലാണ്. ഇവിടെ ഈ മുസ്ലിയാർ, അടുത്തൊരു മുസ്ലിയാർ ഈ ഔക്കർഖാനെ കുറിച്ച് പറഞ്ഞ 2 ഔക്കർക്കാരന്മാരെയും വെച്ച് പറഞ്ഞല്ലോ. ഏത്? കാന്തപുരം ഔക്കർഖാനെയും ചിത്തടിമീത്തിൽ ഔക്കർഖാനെയും വെച്ച് പറഞ്ഞൊരു കള്ളക്കഥയുണ്ടല്ലോ. സ്വപ്നത്തിൽ വന്ന് ചിത്തടിമീത്തിൽ ഔക്കർക്ക കാന്തപുരം ഔക്കർഖാനോട് പറഞ്ഞു എന്ന് പറയുന്ന കഥ. ആ പറയുന്ന കഥ നമുക്കൊന്ന് കേൾക്കാം. ഉസ്താദ് പങ്കെടുക്കാന്ന് പറഞ്ഞിരിക്കണു. സുൽത്താനുൽ ഉലമ പങ്കെടുക്കാന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് നെടുങ്ങിപ്പോയി. ആ സമയത്ത് മൂപ്പര് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ക്ഷണിച്ചതല്ല, മൂപ്പരിനോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് ഞാൻ പങ്കെടുക്കാൻ. സുൽത്താനുലമ അങ്ങോട്ട് പറഞ്ഞതാണ് പങ്കെടുക്കാൻ. അങ്ങനെ പങ്കെടുക്കാൻ എന്ന് പറഞ്ഞത് മാത്രമല്ല, അത് CM വലിയുല്ലാഹി മനാമിലൂടെ വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു പോലും, നിങ്ങൾ ചിറ്റടിമീത്തൽ പരിപാടിയിൽ പങ്കെടുത്താൽ മാത്രം പോരാ, നമ്മളെ പടാപ്പുറത്ത് കുറച്ച് സമയം കെടുക്കണം, നിങ്ങൾ അസുഖം പറ്റാൻ മാറട്ടെ. ഇതിപ്പോ ഇന്ന് നടന്ന കറാമത്താണ്, പറഞ്ഞ കുറച്ചത് മുമ്പാണ്, ഇന്നിപ്പോ നടന്നതാണ്. മഹാനാകുന്ന സുൽത്താനുൽ ഉലമ ഇന്ന് അവിടെ വന്നു, പതാക ഉയർത്തി, പരിപാടിയിൽ പ്രസംഗിച്ചു, ദുആ ചെയ്തു, കുറെ സമയം അവിടെ കിടന്നു. എന്നിട്ടാണ് ബഹുമാനപ്പെട്ടതാകുന്ന സുൽത്താനുൽ ഉലമ എന്താക്കിയത്? അവിടെ തിരിച്ചു പോയിട്ടുള്ളത്. കേട്ടില്ലേ? പച്ച നുണയാണ് ഇയാൾ പറഞ്ഞത് എന്നാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത്. അങ്ങനെ കാന്തപുരം ഔക്കർക്കാർക്ക് അങ്ങനത്തെ ഒരു സ്വപ്നവും കണ്ടിട്ടില്ല, അങ്ങനെ കാന്തപുരം ഔക്കർക്കാനോട് ആരും പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ ഒരു കഥയും നടന്നിട്ടില്ല, അവിടെ പൂഴിയിലും പോയിട്ട് കടന്നിട്ടുമില്ല, ഇതിൽ പോയി കിടക്കണം എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നാണ് ആര് പറയുന്നത്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഈ രീതിയിൽ നുണകൾ പറയാൻ വേണ്ടി ഒരു മടിയുമില്ലാത്ത വർഗമാണ് കാരന്തൂർ സർക്കസ് കൂടാരത്തിലെ കുബൂരി പുരോഹിതന്മാർ. മനസ്സിലായല്ലോ? ഇനി ഏതൊക്കെ നമ്മൾ സമസ്തക്കാരും സുന്നികളും അതായത് സെലഫികളും തമ്മിൽ തർക്കത്തിലുള്ള ഏതൊക്കെ വിഷയങ്ങൾ നിങ്ങളെടുത്തോ അതിലൊക്കെ ഈ രീതിയിൽ തന്നെയാണ്. കുറേ കള്ളക്കഥകളായിരിക്കും, കുറേ കോട്ടിമാട്ടലുകളായിരിക്കും. ഒരു മുസ്ലിയാർ പെട്ടത് നമ്മൾ കണ്ടതാണല്ലോ. എന്ത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ വരൾച്ചയുണ്ടായ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിൻ്റെ അടുക്ക് ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസ്നി എന്ന സഹാബി പോയി ഇസ്തസ്കലി ഉമ്മത്തിക എന്ന് പറയുന്ന സംഭവം. എന്നിട്ട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ എവിടെ കാണിച്ചു?
എവിടെ കാണിച്ചു? അഹമ്മദ് സൈനി ദഹ്ലാൻ പറഞ്ഞു എന്നതാണോ കാണിക്കേണ്ടത്? പിന്നെ സേഫാണോ കാണിക്കേണ്ടത്? എന്നിട്ട് അവർ സേഫായോ? ഇപ്പോൾ അവർ ആ തെളിവ് പറയാൻ കുറച്ചൊക്കെ പേടിക്കുകയാണ്. കാരണം അഹ്ലുസുന്നയുടെ മക്കൾ മുസ്ലിയാക്കന്മാർ നിർത്തിപ്പൊരിച്ചിട്ടന്ന് വിട്ടതാണ് കോഴിക്കോട്. നിർത്തിപ്പൊരിച്ചങ്ങ് വിട്ടതിന് ശേഷം അവർക്ക് ആ പറയാൻ വേണ്ടി തന്നെ പേടിയാണ്. പിന്നെ ഒരു അസ്ഹരി, ഒരു ഹക്കീം അസ്ഹരി ഫൈസൽ മൗലവിയുടെ മുഖാമുഖത്തിൽ വന്നുകൊണ്ട് ഈ സംഭവം പറഞ്ഞു. എന്നിട്ട് അത് കാണിക്കാൻ വേണ്ടി പറഞ്ഞു, ഫതുഹുൽ ബാരിയിൽ നിന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് കാണിച്ചോ? പുതിയതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പലതും പറഞ്ഞ് ഉരുണ്ടുമറിയുകയല്ലേ ചെയ്തത്. ഇങ്ങനെ ഈ രീതിയിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട വർഗ്ഗമാണ് പുരോഹിതന്മാർ എന്ന് നാം തിരിച്ചറിയുക. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.